നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല, എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങളുടെ അടുത്ത്. പക്ഷെ നിങ്ങൾക്ക് തോന്നാറുണ്ട് ഇവർക്ക് നിങ്ങളോട് സ്നേഹമാണെന്നൊക്കെ. അത് ഫീലിങ്സാണ് അവരുടെ ഉള്ളിൽ മറച്ചു വെക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ആദ്യത്തെ കുറച്ച് കാർഡ്സ് ഇങ്ങനെ എടുത്തു. പേജ് ഓഫ് കപ്സ്, 8 ഓഫ് സ്വാർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ഓക്കെ, ലവേഴ്സ്, ഓക്കെ, ദ സൺ, 8 ഓഫ് വാൻഡ്സ്. 1-2 കാർഡ് കൂടെ എടുക്കട്ടെ. Queen of Cups, Judgment, okay, 2 of Swords. ബോട്ടം ഓഫ് ദി ഡെക്കാണ് 2 ഓഫ് സോർട്സ് കേട്ടോ. ഇവിടെ അവർക്ക് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ തോന്നാറ്, ഓക്കെ. പക്ഷേ ഇവർ അത് പുറത്ത് പറയാതെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെ ഇവർ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ സ്വയം തടയും. എന്തോ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ, ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പ്രതി ഇവർ ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ള ഫീലിംഗ് ഇവർക്ക് വളരെ പ്രബലമായിട്ട് തന്നെ തോന്നാറുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സ് കാർഡ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ്. ഇവർ തുറന്ന് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നും ഇവർക്ക് നന്നായി തന്നെ അറിയാം. പക്ഷേ അവരെന്തുകൊണ്ടോ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു, തുറന്ന് പറയാതെ. പക്ഷേ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ അവർക്ക് സങ്കടമുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ. 1-2 കാർഡ് കൂടെ എടുക്കാം. ക്ലാരിഫൈ 2 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 2. എന്തുകൊണ്ടാണ് 2 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി അവിടെ വന്നത് ഡിവൈൻ? അവർക്ക് പാസ്റ്റിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങാൻ ഒരു പേടി പോലെ അതൊരു തടസ്സമായിട്ട് ചിലർക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എക്സിസ്റ്റിംഗ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അവിടെ അവരുടെ സ്നേഹം വീണ്ടും ഒരു ഫെയിലിയർ ആവുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവരെ തടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരൊരു തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ജഗ്ലിംഗ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് വാൻഡ്സ്, നിങ്ങളെ റെസ്പെക്റ്റോടു കൂടിയാണ് അവർ സ്നേഹിക്കുന്നത്, ഓക്കെ. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല ചിന്തകളാണ്, നിങ്ങൾ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് എന്നൊക്കെ തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്, ഓക്കെ. പക്ഷേ എന്തോ ഒരു തുറന്ന് പറയാൻ അവർക്കൊരു ഭയമുള്ളത് പോലെയാണ് തോന്നുന്നത്, ഓക്കെ. അതേപോലെ 5 ഓഫ് സ്വാർഡ്സ്, വീണ്ടും അത് തന്നെയാണ്, കൺഫ്യൂഷനാണ്. പറയണോ വേണ്ടയോ, പറഞ്ഞാൽ അത് തെറ്റായി വരുമോ എന്നൊക്കെയുള്ളൊരു ഭയം അതുപോലെയാണ് നമുക്ക് അവിടെ തോന്നുന്നത് കേട്ടോ. അത്